രാജ്യസഭ അംഗീകരിച്ച ജിഎസ്ടി ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ഭരണഘടനാ ഭേദഗതിയെ പിന്താങ്ങി. അണ്ണാ ഡിഎംകെ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. കെ പ്രേമചന്ദ്രൻ കൊണ്ടുവന്ന ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളിയാണ് ബിൽ ലോക്സഭ പാസാക്കിയത്. ജിഎസ്ടി നികുതി തീവ്രവാദത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചരക്ക് സേവന നികുതിയിൽ രാജ്യസഭ കൊണ്ടുവന്ന ഭേദഗതികളോടെയുള്ള ബിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലെ ചർച്ചയിൽ പങ്കെടുക്കാത്തതിനാൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലെ ചർച്ചയിൽ ആദ്യാവസാനം പങ്കെടുത്ത് സംസാരിച്ചു. നികുതി തീവ്രവാദം എന്ന പ്രയോഗത്തോടെയാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. നികുതി തീവ്രവാദത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ ജിഎസ്ടിക്കാകും. പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കും ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്കും വളർച്ച നേടാൻ ജിഎസ്ടി കൊണ്ട് കഴിയും. മാനുഫാക്ചറിംഗ് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തും. വിലവർദ്ധനവിന് ജിഎസ്ടി ഇടയാക്കുമെന്ന കോൺഗ്രസ് നിലപാട് ബാലിശമെന്നും മോദി കുറ്റപ്പെടുത്തി. ഉപഭോക്താവാണ് രാജാവ് എന്ന സന്ദേശമാണ് ചരക്ക് സേവന നികുതി ബിൽ നൽകുന്നത്. കൂടുതൽ തൊഴിലവസരങ്ങളും ഇതുമൂലമുണ്ടാകും. ജയലളിതയുടെ അണ്ണാ ഡിഎംകെ അംഗങ്ങൾ ജിഎസ്ടിയെ ശക്തമായി എതിർത്തു. വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇറങ്ങിപ്പോയി. രാജ്യസഭയിലും അണ്ണാ ഡിഎംകെ അംഗങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു. ആർഎസ്പിയിൽ നിന്നും കെ പ്രേമചന്ദ്രൻ കൊണ്ടുവന്ന ഭേദഗതികൾ സഭ വോട്ടിനിട്ട് തള്ളി. ലോക്സഭയും ഭരണഘടനാ ഭേദഗതി പാസാക്കിയതോടെ ബില്ലിനി സംസ്ഥാനങ്ങൾക്ക് കൈമാറും. പകുതി സംസ്ഥാനങ്ങളെങ്കിലും ബിൽ പാസാക്കണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. യുഡിഎഫ് വിട്ട തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ.എം. മാണി. മുന്നണിയിൽ നിന്നും പുറത്തു പോകുന്നത് ഇഷ്ടമല്ലാത്തവർ കുറ്റം പറയുമെന്നും മാണി കോട്ടയത്ത് പറഞ്ഞു. ലീഗ് ഞങ്ങളോട് വളരെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ലീഗുമായിട്ട് വളരെ സൗഹൃദത്തിലാണ്. അപ്പൊ അവര് ഒന്ന് സംസാരിക്കുമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. ആരും ഒന്ന് സംസാരിച്ച് നമുക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ചതുകൊണ്ട് മാത്രമാണ്. കെ.എം. മാണി മുന്നണി വിട്ടത് വിലയിരുത്താൻ കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. മാണിയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ലെന്നും എന്നാൽ ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്തണമെന്നും യോഗത്തിൽ ധാരണയായി. കെ.എം. മാണിയെ ചങ്ക് കൊടുത്താണ് കോൺഗ്രസ് സംരക്ഷിച്ചിരുന്നതെന്ന് ചെന്നിത്തല പറഞ്ഞു. ആരെയും ബോധപൂർവം കേസിൽ കുടുക്കാനോ രക്ഷിക്കാനോ താൻ ശ്രമിച്ചിട്ടില്ലെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുമെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. മാണി തെറ്റ് തിരുത്തുമെന്നും സുധീരൻ പറഞ്ഞു. കെ.എം. മാണി വിഷയത്തിൽ ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തില്ല. വിഷയത്തിൽ കെപിസിസി നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനം പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കി. സംസ്ഥാന നേതാക്കൾക്ക് പ്രശ്നം ചർച്ച ചെയ്യാൻ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. റിയോ ഒളിമ്പിക്സിൽ ഇന്നും ഇന്ത്യയ്ക്ക് നിരാശ മാത്രം. ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന 10 മീറ്റർ എയർ റൈഫിളിൽ അഭിനവ് ബിന്ദ്രയ്ക്ക് മെഡലില്ലാതെ പോയതാണ് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി. വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ ഷൂട്ട് ഓഫിലാണ് ബിന്ദ്ര 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. ഉക്രൈന്റെ ഷെറി കുലിഷാണ് ഷൂട്ട് ഓഫിൽ ഇന്ത്യയെ തോൽപ്പിച്ചത്. 163.8 പോയിന്റ് മാത്രമാണ് ബിന്ദ്രയ്ക്ക് നേടാനായത്. പുരുഷ ഹോക്കിയിലും ഇന്ത്യയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. 1-2 ഗോളുകൾക്കാണ് ജർമ്മനി ഇന്ത്യയെ തോൽപ്പിച്ചത്. അമ്പെയ്ത്തിലും ഇന്ത്യയ്ക്ക് തിരിച്ചടി നേരിട്ടു. വ്യക്തിഗത ഇനത്തിൽ ദീപിക കുമാരി സ്ലോവാക്യയോട് തോറ്റു. ഒളിമ്പിക്സിൽ നീന്തൽ രാജാവ് മൈക്കൽ ഫെൽപ്സിന് 19ാം സ്വർണം. 4x100 മീറ്റർ ഫ്രീസ്റ്റൈൽ റിലേ ഇനത്തിലാണ് ഫെൽപ്സ് ഉൾപ്പെട്ട അമേരിക്കയുടെ ടീം സ്വർണം നേടിയത്. ആകെ 23 മെഡലുകളാണ് ഒളിമ്പിക്സിൽ ഫെൽപ്സിന്റെ നേട്ടം. ഇതിൽ 19 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടുന്നു. മത്സരത്തിൽ ഫ്രാൻസ് 2ാമതും ഓസ്ട്രേലിയ 3ാമതും എത്തി. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ദീപ കർമാകറിന് ചരിത്ര നേട്ടം. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ ദീപ ഫൈനലിലേക്ക് യോഗ്യത നേടി. 8ാമതായി ഫിനിഷ് ചെയ്താണ് ദീപ ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയത്. ഈ വിഭാഗത്തിൽ ഒളിമ്പിക്സ് ഫൈനലിലെത്തുന്ന ആദ്യ താരമാണ് ദീപ. ഓഗസ്റ്റ് 14നാണ് ഈ ഇനത്തിൽ ഫൈനൽ നടക്കുക. 52 വർഷങ്ങൾക്ക് ശേഷമാണ് ജിംനാസ്റ്റിക്സിൽ ഒരു ഇന്ത്യൻ താരം ഒളിമ്പിക്സ് യോഗ്യത നേടുന്നത്. മാത്രമല്ല ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യ വനിതയുമാണ് ദീപ കർമാകർ. പോലീസിന്റെ 3ാം മുറയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ. ട്രാഫിക് പരിശോധന, ക്രമസമാധാന പാലനം തുടങ്ങിയ അവസരങ്ങളിൽ പ്രകോപനമുണ്ടായാൽ പോലും സംയമനം പാലിക്കണമെന്നും ഡിജിപി. ജില്ലാ പോലീസ് മേധാവികളും റേഞ്ച് ഐജിമാരും ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഡിജിപി നിർദ്ദേശം നൽകി. സൗദിയിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സൗദി രാജാവ് ഇടപെടുന്നു. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് സൽമാൻ രാജാവ്. തൊഴിലാളികളുടെ മുടങ്ങിയ ശമ്പളവും ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്നും രാജാവിന്റെ ഉത്തരവ്. അതേസമയം തൊഴിൽ നഷ്ടപ്പെട്ട ഇന്ത്യൻ തൊഴിലാളികളെ ഏറ്റെടുക്കാമെന്ന് 8 കമ്പനികൾ ഇന്ത്യൻ കോൺസുലേറ്റിനെ അറിയിച്ചു.